ഹായ് ഹലോ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു പഴനിറവിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഒരു 5 നേന്ത്രപ്പഴം നല്ല പഴുത്തതെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു കപ്പ് തേങ്ങ, അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അരക്കപ്പ് മൈദ. ആദ്യം തന്നെ പഴം കോട്ട് ചെയ്യാനായിട്ടുള്ള മൈദമാവ് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മൾ എടുത്തു വെച്ച മൈദയിലേക്ക് അല്പം ഉപ്പും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മാവ് റെഡിയാക്കി എടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് മാവ് റെഡിയാക്കിയാൽ മതി കേട്ടോ. മാവ് കുറച്ച് നല്ല തിക്കും വേണ്ട, എന്നാൽ നല്ല ലൂസും വേണ്ട. നമ്മുടെ പഴംപൊരിയുടെ മാവിൻ്റെ പരുവത്തിൽ റെഡിയാക്കി എടുക്കാം. ഈ ഒരു തിക്ക് മതി കേട്ടോ. ഇനി പഴത്തിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നേരത്തെ ചിരവി മാറ്റി വെച്ച തേങ്ങ മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗവിൽ നിന്നും മാറ്റാം. ഇനി ഇത് പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായി ഒരു പഴം എടുത്ത് ഇതുപോലെ നടുവിലായിട്ട് കീറൽ കൊടുക്കാം. 2 തലയും കീറരുത് കേട്ടോ, നടുവിലായി മാത്രം കീറൽ കൊടുത്ത് ആ ഗ്യാപ്പ് ഒന്ന് വിരൽ വെച്ച് വലുതാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് കുറേശ്ശെ ചേർത്ത് നല്ലോണം പ്രസ് ചെയ്ത് പഴത്തിൻ്റെ ഗ്യാപ്പ് മുഴുവനായി അടച്ചെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ മുഴുവൻ പഴവും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2 തലയും കീറരുത് കേട്ടോ, നടുവിൽ മാത്രം കീറലിട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പഴം മുങ്ങുന്നത് രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവിൽ പഴം മുഴുവനായി കോട്ട് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി കോരി മാറ്റാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഈസി പഴം നിറവ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി പഴുത്ത പഴം കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മളെപ്പോഴും പഴംപൊരിയല്ലേ ഉണ്ടാക്കാറ്. ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ.